ഇത് TVS ആണ്. 2015 മോഡലാണ്. പെട്രോളാണോ ഡീസലാണ്. ഒരു ഏകദേശം ഒരു 10 മാസം പേപ്പറുണ്ട്. നമുക്കൊരു 40,000 രൂപയൊക്കെ കൈ കിട്ടിയാൽ കൊടുക്കാൻ പറ്റും. 40 രൂപ. ഇത് 2013 വണ്ടിയാണ്. ലോൺ കിട്ടത്തില്ല. 65 രൂപയാണ്. ലോൺ കിട്ടത്തില്ല. ലോൺ കിട്ടത്തില്ല. ഇത് പുതിയ പേപ്പറാണ്. ഇത് LPG വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് ഓണർഷിപ്പ് ഫസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് വണ്ടിയാണ്. ഏത് വർഷമാണ്? ഇത് 2019 ആണ്. 2011 മോഡൽ വണ്ടിയാണ്. ഫുള്ള് വർക്ക് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എന്നാ വരും? ടെസ്റ്റൊക്കെ ഇത് 2026 ഡിസംബർ വരെ ഉണ്ട് നിലവിൽ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അവിടെ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഹയ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഓട്ടോറിക്ഷകൾ വിൽക്കുന്ന ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. ഓട്ടോറിക്ഷയുടെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞ ചേട്ടന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വരണം കേട്ടോ. ഞാൻ ഒരുപാട് കടകളൊക്കെ തിരക്കാറുണ്ട്, പക്ഷേ ഓട്ടോറിക്ഷക്കാർ തരണ്ടേ, ഞാനെന്ത് ചെയ്യാനാണ്. ഇതിപ്പോൾ രണ്ടാമത്തോട്ടാണ് ഞാൻ ഈ ഷോപ്പിൽ വരുന്നത്. അന്ന് വന്ന് പറഞ്ഞില്ലായിരുന്നു, ഇന്ന് വന്ന ആളെ കിട്ടി. അതുകൊണ്ട് നമുക്ക് വീഡിയോ തന്നു. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം. ഒരു 40,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാതരം ഓട്ടോറിക്ഷ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മേളിലോട്ട്, അതായത് വർഷ കുറവുള്ള വണ്ടികൾ അത്യാവശ്യം കിടപ്പുണ്ട്. ഇഷ്ടംപോലെ വണ്ടി കിടക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. അപ്പം നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഇക്ക നമസ്കാരം. ഇക്കയുടെ പേര് എങ്ങനെയാണ്? എൻ്റെ പേര് ഷാജഹാൻ. ഇവിടെ ഷാജി എന്നെല്ലാവരും വിളിക്കും. നമ്മളെ ഇപ്പം ഇവിടെ ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടും കൂടിയാണ്. ഏകദേശം എത്ര രൂപ തൊട്ടുള്ള വണ്ടികളൊക്കെ കിടക്കുന്നത്? നമ്മളതിൽ 40,000 രൂപ 2 ലക്ഷം 2.5 ലക്ഷം രൂപ വണ്ടികളുണ്ട്. ആ റേഞ്ചിന് ഓട്ടോറിക്ഷ ഉണ്ട്. എങ്ങനെ CNG കൂടി വരുന്നതുകൊണ്ടാണ്? CNG ഉണ്ട്. പിന്നെ പുതിയ മോഡൽ ഡീസൽ ഓൾട്രേഷൻ വർക്കുകൾ കഴിഞ്ഞ വണ്ടികൾ. ഇപ്പം ഇവിടെ കിടക്കുന്ന വണ്ടിയല്ലാതെ അതിൽ കൂടുതൽ വണ്ടികളുണ്ടോ? വണ്ടികളുണ്ട്. എല്ലാം 50-60 വണ്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തീരുവാണെങ്കിൽ എടുത്തിടാൻ വീണ്ടും വണ്ടികൾ കൈയുണ്ട്. വർക്ക്ഷോപ്പ്, പെയിന്റിങ്, അങ്ങനെ ഓടാനും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഏകദേശം 40 രൂപ തൊട്ട് അല്ലേ വണ്ടികൾ? എങ്ങനെ ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ലോൺ സൗകര്യം ചെയ്യുന്നുണ്ട്. ഏത് വർഷം തൊട്ടുള്ള വണ്ടിക്കൊക്കെയാണ്? ഇപ്പോൾ 2018 ചെയ്യുന്നുള്ളൂ. ബാങ്ക് 18 തൊട്ട്. 18 ചെയ്യും. അല്ലാതുള്ള വണ്ടികൾ റെഡി ക്യാഷ് ആയിരിക്കും അല്ലേ? റെഡി ക്യാഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വരാം. 2015 മോഡൽ വണ്ടിയാണ്. ഫുള്ള് വർക്ക് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എന്നാ വരും? ടെസ്റ്റൊക്കെ ഇത് 2026 ഡിസംബർ വരെ ഉണ്ട് നിലവിൽ. ആ സമയം പണിയെല്ലാം ഇപ്പം കഴിഞ്ഞതാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് അത് നോക്കണം, കറക്റ്റ് അറിയാൻ വയ്യ. എന്ത് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ? പിന്നെ ഓട്ടോറിക്ഷയുടെ കിലോമീറ്ററൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. അത് സ്പീഡോമീറ്റർ 1 ലക്ഷം ആകുമ്പോൾ വീണ്ടും റിട്ടേൺ കറങ്ങും അല്ലേ? ഇതിപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ആവാത്ത ഓട്ടോറിക്ഷ കിടപ്പുണ്ടോ? പുതിയ വണ്ടികളുണ്ട്. 13,000 കിലോമീറ്റർ ഓടിയ 2023 ലാസ്റ്റ് വണ്ടികൾ, പുതിയ വണ്ടികൾ, കിലോമീറ്റേഴ്സ് ഉണ്ട്. പുതിയ വണ്ടികൾക്കൊക്കെ ഇതിപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആക്കാൻ പറ്റുമോ? പ്രൈവറ്റ് ആണ് നിലവിൽ. അല്ലാതുള്ള രീതി ആക്കാൻ പറ്റുമോ? ടാക്സി ആക്കാൻ പറ്റും. ഇനി അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ടാക്സി പെയിൻ്റൊക്കെ അടിച്ച്, ടാക്സിക്ക് പ്രത്യേക ഒരു കളറുണ്ടല്ലോ, അങ്ങനെ ആക്കിയിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര ചോദിക്കുന്ന ഈ വണ്ടി ഇത് 70 രൂപ. 70 രൂപ. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നല്ല രീതിയിൽ വർക്കെല്ലാം ചെയ്ത് ഇട്ടേക്കല്ലേ? ഇത് ഫുള്ള് നീറ്റാണ്. വണ്ടി കാണാൻ നല്ല നീറ്റാണ്. തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. ആ രീതിയിൽ തന്നെ വണ്ടി കൊള്ളാം. ഫ്ലോർ ആണെങ്കിലൊക്കെ ഓരോ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് 12,000 വരെ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. ചിലപ്പോൾ 7,000 രൂപയ്ക്ക് അടിക്കുന്നുണ്ട്. ഓരോ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അടിക്കും. അത്യാവശ്യം നല്ല പെയിൻറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ? വണ്ടി നീറ്റായിട്ടേ കൊടുക്കത്തുള്ളൂ. പണിയണ വണ്ടികൾ ചിലപ്പോൾ നമ്മൾ കസ്റ്റമറിൽ നിന്ന് എടുക്കുന്ന വണ്ടി ആ കണക്കണക്കിന് കൊടുക്കും. പക്ഷേ പണിയണ വണ്ടികൾ ഇത് ഞാൻ പണിഞ്ഞ വണ്ടിയാണ്. ഫുള്ള് നീറ്റായിട്ട് പണി. നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റും. ഉറപ്പ് പറയാൻ പറ്റും. പണിയണ വണ്ടിക്ക് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ആ ഒരു വിശ്വാസം എനിക്ക് എന്തായാലും ഉണ്ട്. ആ ഒരു കസ്റ്റമർ എനിക്കുണ്ട്. ശരി, അപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ ഈ വണ്ടി തന്നെ ഒരു ഗ്യാരണ്ടി പറയാൻ പറഞ്ഞാൽ ഒരു എത്ര മാസം ഒന്ന് മിനിമം പറയാം? നമുക്ക് ഞാൻ കൊടുക്കുന്ന വണ്ടിക്ക് ഇഞ്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിൻ പണിയാണല്ലോ ഏറ്റവും വലിയ ഒരു 5-6 മാസം വരെയുള്ള വണ്ടികളെ കൊണ്ടുവന്ന് നമ്മൾ തിരിച്ച് ചെയ്യാൻ പറ്റും. ഇത് LPG വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് ഓണർഷിപ്പ് ഫസ്റ്റ് വണ്ടിയാണ്. ഏത് വർഷമാണ്? ഇത് 2019 ആണ്. 19. ഓട്ടോ ഒക്കെ എന്തോ ഓടിയിട്ടുണ്ടെന്ന് പറയാമോ? ഓടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഓട്ടോ ഇപ്പം നിലവിൽ അതിൽ കാണിക്കുന്നത് 21,000 ആണ്. അതൊന്നും ആയിരിക്കത്തില്ല. സ്പീഡോമീറ്റർ ഒക്കെ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെയും വരും. ഇപ്പം വർക്ക് ചെയ്തിട്ടേക്കുമല്ലേ?
ഇപ്പോൾ ടെസ്റ്റിന് ഫുള്ള് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ടെസ്റ്റിനുള്ള ഏകദേശം പണികൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ടയറൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട്. ഇത് ഓൾറെഡി അഡ്വാൻസ് ആയി. അഡ്വാൻസ് ആയതാണ്. അത് ഫിനാൻസിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. കിട്ടിയില്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഉപകരിക്കും. ഫിനാൻസ് ശരിയായില്ലെങ്കിൽ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കേട്ടില്ല. ആക്സിഡന്റ് കേസോ അങ്ങനെ എന്തെങ്കിലും? ആക്സിഡന്റ് കേസൊന്നും നിലവിലൊന്നുമില്ല. നമുക്ക് ഓട്ടോറിക്ഷയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാന്നുള്ള കേസുകളേ ഉള്ളൂ. ചെറിയ പരിപാടികളൊക്കെ ആയിരിക്കും അല്ലേ? ഈ ടയറൊക്കെ നല്ല ടയേഴ്സാണ്, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. വണ്ടിക്കകമൊക്കെ കാണാനും കൊള്ളാം. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് LPG ഒക്കെ ആയതുകൊണ്ട് അതിനൊക്കെ ഒരു മാന്യമായിട്ടുള്ള മാർക്കറ്റേ ഉള്ളൂ. 2019 ആണെങ്കിലും ഓൾറെഡി ഇത് ഒരു 1.10, 1.5 റേഞ്ചിനൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 1.5 അപ്പോൾ ലാസ്റ്റ് പ്രൈസ്? ലാസ്റ്റ് കൊടുത്തിരിക്കണം 1.5-നാണ്. 1.5. ഇത് മൈലേജ് എന്താണ്? ഇത് LPG ആണ്. LPG സാധാരണ ഇവിടെ പമ്പ് കുറവാണ്. തിരുവനന്തപുരത്ത്, വെമ്പായത്ത് അങ്ങനെ 2-3 പമ്പുകളുള്ളൂ. 12 ലിറ്ററൊക്കെയാണിത്. നല്ല ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ 10-300 ഓടും. നല്ല CNG-യോളം അതേ ലാഭമുള്ള വണ്ടിയാണത്. അറിയാവുന്നവർക്ക് അറിയാം. ഇത് CNG. ഏത് വർഷമാണ്? 2023 ലാസ്റ്റാണ്. സിംഗിൾ ഓണറാണോ? വണ്ടി സിംഗിൾ ഓണറാണ്. ഇത് എന്ത് ഓടിയിട്ടുണ്ട്? 28,000. അത് മിക്കവാറും ജെനുവിനായിരിക്കും. അത്രയൊക്കെ ഓടത്തുള്ളൂ ഒരു വർഷത്തെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ വണ്ടിയിൽ? നിലവിൽ റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. അല്ല, വണ്ടി കാണാനും കൊള്ളാം, നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. ചിലപ്പോൾ നമ്മൾ കസ്റ്റമർ ഇതിനനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കും, ചിലപ്പോൾ ഇതിൽ മൂലത്തകിടും പുതിയ ടാപ്പൊക്കെ മാറി അങ്ങനെ കൊടുക്കും. കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ച് കൊടുക്കും. അവർക്ക് എങ്ങനെയാണോ വേണ്ടുന്നത് ആ ഒരു മോഡലാക്കി കൊടുക്കാം. അവരുടെ താല്പര്യം എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യണതിന് അതിൻ്റെ പൈസയോടെ വാങ്ങിച്ച് നമ്മൾ ചെയ്ത് വൃത്തിയായിട്ട് നീറ്റായിട്ട് കൊടുക്കും. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇത് 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2023 ലാസ്റ്റാണ്. ഇതിപ്പോൾ CNG അല്ലേ? CNG ആണ്. ഇതിന് മൈലേജ് ഏത് രീതിയിലായിരിക്കും? ഇതിനൊക്കെ അത്യാവശ്യം 40-ന് മുകളിലോട്ട് മൈലേജ് കിട്ടും. ആ റേഞ്ച് കിട്ടും. ഇതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കും? ഇതെല്ലാം വർക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ഇത് ചെറിയൊരു തട്ടാണ് വണ്ടിയിൽ. ചെറിയ തട്ടുണ്ടല്ലേ? വേറെ പറത്തൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, വണ്ടി നേരെ മെക്കാനിക്കൽപരമായിട്ട് വേറെ കുഴപ്പമില്ല. ഇത് LPG തന്നെയാണ്. ഇത് 2021 ഇതും ടെസ്റ്റിന് വേണ്ടി. ഇതും ഫസ്റ്റ് ഓണറാണ്. ടെസ്റ്റിന് വേണ്ടി എല്ലാം ക്ലിയർ ആക്കിയിട്ടിരിക്കുന്നതാണ്. ഇത് സെയിലൊന്നും ആയിട്ടില്ല. ഇതിൻ്റെ കിലോമീറ്റർ 1.10 ഉദ്ദേശിക്കുന്നത്. 1.10? ഇതിൻ്റെ കിലോമീറ്റർ ജെനുവിൻ അല്ല, അതിനകത്ത് കാണിക്കുന്നത് ഇത് 21,000 സംതിങ് കാണിക്കുന്നുണ്ട്. വണ്ടി ഓട്ടോറിക്ഷയെ അറിയാമെന്നുള്ളവർക്ക് അറിയാം. കിലോമീറ്റർ ചിലപ്പോൾ സ്പീഡോമീറ്ററൊക്കെ വർക്ക് ആവാതെ കിടന്നാലും എന്നാലും 1 ലക്ഷമൊന്നും ആവാറായിട്ടില്ല. അതിനുള്ള സമയം ആയില്ല. ടോപ്പൊക്കെ കൊള്ളാം, വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 1.10. 1.10 ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. ഓരോ എല്ലാ വണ്ടികളും നല്ല പണിയെടുത്ത് വൃത്തിയാക്കി ഇട്ടേക്കുക. വരുന്ന ആൾക്ക് ജസ്റ്റ് കൊണ്ടുപോയാൽ 2013 വണ്ടിയാണ്. 6 ഡീസലാണ്. 2013 മോഡലാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഒരു 65 റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഇതെങ്ങും ജെനുവിനായിരിക്കത്തില്ല. ഇത് 2013 വണ്ടിയൊക്കെ ഇതിൽ 57,000 കാണിക്കുന്നത്. ഇതെങ്കിലും നമുക്ക് ഓടി 1,50,000 റിട്ടേൺ കറങ്ങി 0 മുതലേ. വണ്ടിയൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. മൊത്തം പെയിൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കാം അല്ലേ? നമ്പർ കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ലല്ലോ? ഇല്ല, നമ്പർ എഴുതണം. നമ്പർ എഴുതി പുതിയ ടെസ്റ്റ് അടിച്ച് കൊടുക്കണം. ഓക്കെ, ആ രീതിക്ക് പരുവായിട്ട് കിടക്കുകയാണ്. ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതും കൂടി ഉള്ളില്ലേ? ഇത് സത്യം പറഞ്ഞാൽ ഇത് ആവറേജ് പണിയാണ്. എൻ്റെ ആവറേജ് പണിയാണ്. നല്ല നീറ്റ് എന്ന് പറയാൻ ആവറേജ് പണി. പക്ഷെ വണ്ടി കാണാൻ നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. 65 രൂപ അല്ലേ? ഇതൊരു 70 റേഞ്ചിന്. ഇതും പുതിയ ടെസ്റ്റിന് നമുക്ക് ഈ പറഞ്ഞ ചൊവ്വാഴ്ച ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ഓണർഷിപ്പ് എത്രയാണ്? ഇത് ഓണർഷിപ്പ് അറിയത്തില്ല. ബുക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ. ഏത് വർഷം അറിയാം? 2012 12. കിലോമീറ്റർ ജനുവിൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫ്ലോറ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ടോപ്പൊക്കെ നോക്കിയാൽ ആ രീതിയിൽ നമ്മൾ ഈ സീറ്റൊക്കെ മാറ്റും. ഇതൊക്കെ വർക്ക് ചെയ്യാൻ, ഈ സീറ്റ് ഇനി വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രണ്ടൊക്കെ ബക്കറ്റ് സീറ്റിന് കൊടുത്തേക്ക്. ഇതിൽ ഇനി വർക്ക് ഉണ്ട്. സീറ്റിൻ്റെ വർക്ക് വേറെ. ബക്കറ്റ് സീറ്റൊക്കെ അടിച്ചാൽ കൊടുക്കുന്നത്? കാശ് പണിതൊക്കെ കൊടുക്കുന്നല്ലേ? ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? 65? ഇത് 70 രൂപ. ഈ 70 രൂപയ്ക്കുള്ള വണ്ടിക്കൊക്കെ ലോൺ കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല.
ഒരു 2018 ഒന്നും കിട്ടത്തില്ല. നമുക്കൊരു ചിലപ്പം ഒരു 50,000 രൂപ കൊണ്ട് തന്നിട്ട് അറിയാന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ 1 മാസം 2 മാസം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും അറിയാന്നുള്ള ആൾക്കാരാണെങ്കിൽ. ഈ ഒരു ദേശത്ത് നിന്നൊക്കെ വന്നാൽ ഇത് 2013 വണ്ടിയാണ്. ലോൺ കിട്ടത്തില്ല. 65 രൂപയാണ്. ലോൺ കിട്ടത്തില്ല. ലോൺ കിട്ടത്തില്ല. ഇത് പുതിയ പേപ്പറാണ്. എന്ന് വരെ പേപ്പറുണ്ട്? ഇത് ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി എത്ര ആൾ? 1 വർഷത്തെ. 1 വർഷം. അതായത് 8 വർഷം പഴക്കമുള്ള വണ്ടിക്ക് 2 വർഷം കിട്ടത്തുള്ളൂ. 2 വർഷം കിട്ടത്തുള്ളൂ. ഒരു 17 തുടക്കം മുതലൊക്കെ ഇപ്പോൾ 2 വർഷം കിട്ടുള്ളൂ. ബാക്കി എല്ലാ വണ്ടിക്കും 1 വർഷത്തെ ടെസ്റ്റേ കിട്ടും. 1 വർഷത്തേക്കുണ്ട്. ഓക്കെ. മൊത്തം പെയിൻറ്റും കാര്യങ്ങൾ, പെയിൻറ്റ് ഫ്ലോറിൻ്റെ കാര്യം ഞാൻ പറയണ്ട, എല്ലാ വണ്ടിക്കും പെയിൻറ്റ് ഇത് ആവറേജ് നമ്മൾ എടുത്ത വണ്ടിയാണ്. കസ്റ്റമർ ഈ കണ്ടീഷനിൽ എടുത്ത വണ്ടിയാണ്. ടാപ്പൊക്കെ പുതിയ ടാപ്പാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 65 രൂപ. 65 രൂപ. ലോണും കാര്യങ്ങളൊന്നും കിട്ടൂല. നിങ്ങൾ പണിയാനുള്ള വണ്ടികളാണ്, കൊടുക്കാനായിട്ടില്ല. ഈ വണ്ടി ഇതൊന്ന് പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുന്ന വണ്ടികളാണ്. എന്നാലും പണിത് വരുമ്പോൾ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കും? ഇതൊക്കെ 2019 പെട്രോളാണ് LPG ആണോ നോയിക്കോട്ടെ. ഇത് പെട്രോളാണ്. ഇതൊക്കെ 2019 90 രൂപയ്ക്ക് നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ടില്ലേ, അതേ കണ്ടീഷനിൽ ആ രീതിയിലാക്കി കൊടുക്കും. 90 95 വണ്ടിക്ക് നമുക്ക് എന്താണ് വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അതിനനുസരിച്ച് കൊടുക്കുക. ഏകദേശ വിലയൊക്കെ അതാണ്, 90 ആണ്. ഈ കാണുന്ന കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട, ഫ്രണ്ടിൽ കണ്ട വണ്ടിയുടെ രൂപത്തിലാക്കിയാണ് ഈ വണ്ടി തരാൻ പോകുന്നത്. ഒരു 90 രൂപ റേഞ്ച് വരും അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഇത് ഓണർഷിപ്പ് സിംഗിളാണ്. ഇതോ? ഇത് 2014 ഡീസലാണ്. ഇതും ഒരു 1 ലക്ഷം രൂപ റേഞ്ചിന് നീറ്റായിരിക്കും. ഫ്രണ്ടും ബാക്കും വർക്ക് എടുക്കണല്ലേ? ഇത് ഫുള്ള് 2 പ്ലാറ്റ്ഫോം മാറണം. നല്ല പണി കിടപ്പുണ്ട്. വണ്ടി നല്ല പണിയുണ്ട്. പണി മൊത്തം എടുത്തിട്ട് എത്ര രൂപയ്ക്ക് ഏകദേശം കൊടുക്കാം? ഏകദേശം 1 ലക്ഷം രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റും. ഫ്രണ്ടും ബാക്കും ബക്കറ്റ് സീറ്റൊക്കെ ആയിരിക്കും. അത് മൊത്തം ആ ഒരു സ്റ്റൈലിലാക്കി. ഇതാണ് എൻ്റെ സ്റ്റൈൽ. എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വണ്ടി കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം. ഇതാണ് ഞാൻ പണിയുന്ന വണ്ടികളെല്ലാം ഇതുപോലെ ഇതായിരിക്കും പണി. പുതിയ മോഡലാണ്. ഏത് വർഷം ഇത്? ഇത് 2023 ലാസ്റ്റ് വണ്ടിയാണ്. 23 ലാസ്റ്റ്. ഡീസലാ പെട്രോളാ? ഇത് ഡീസലാണ്. സെൻസർ വണ്ടിയാണ്. ഇത് 13,000 കിലോമീറ്റർ ജെനുവിനാണ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഒരു രീതിയിലാണ് നമ്മൾ പണി കൊടുക്കുന്നതല്ലേ? ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പണിയുന്ന വണ്ടികളെല്ലാം ഈ ഒരു രീതിയിലാണ്. അതാണ് എനിക്ക് കുറച്ച് സ്ഥിരം കസ്റ്റമർ ഉണ്ട് ഇങ്ങനത്തെ വണ്ടികൾ എടുക്കാൻ. കൃത്യമായിട്ട് പണി ചെയ്ത് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും ചിലപ്പോൾ ശാലം കൂടുതലായിരിക്കും റേറ്റ്. അതിനുള്ള പൈസ ആവും നമുക്ക് പണി ചെയ്യുമ്പോഴേ. വണ്ടി ഇത്രയും നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെതായ പൈസ ആവും. എന്തായാലും അത് കുറ്റം പറയാൻ പറ്റില്ല. ഇതിന് ലോൺ കിട്ടുമല്ലോ? ഇതിനൊക്കെ ലോൺ കിട്ടും. എത്ര ചോദിക്കുന്നത്? ഇത് 220 ചോദിക്കുന്നത്. 220. ഈ മോഡൽ 2019 അല്ലേ? ഇത് 2023 ലാസ്റ്റ്. 23 മോഡൽ ഇറങ്ങുമ്പോൾ എന്തുണ്ട് ഒരു വില? പുതിയ വണ്ടിക്ക് ഇപ്പം ഏകദേശം 290 255 അങ്ങനത്തെ വിലയുണ്ട്. അതിന് ഈ സാധാ കമ്പനി മൂലത്തകടം ഇല്ലാത്ത ടൈപ്പാണ്. നമ്മൾ മൂലത്തകട് പുതിയ ടാപ്പ് കമ്പനി ടാപ്പൊക്കെയാണ് ആ റേറ്റിൽ വരുന്നത്. ഇത് TVS ആണ്. 2015 മോഡലാണ്. പെട്രോളാണോ? ഡീസലാണ്. ഇതൊരു ഏകദേശം ഒരു 10 മാസം പേപ്പറുണ്ട്. നമുക്കൊരു 40,000 രൂപ കൈ കിട്ടിയാൽ കൊടുക്കാൻ പറ്റും. 40 രൂപ. സിംഗിൾ ഓണറാണോ? കേട്ടില്ല. സിംഗിൾ ഓണറാണോ? ഓണർഷിപ്പ് അറിയത്തില്ല. നോക്കണം, ബുക്ക് നോക്കണം. കിലോമീറ്റർ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 40 രൂപയ്ക്ക് കൊടുക്കുന്ന വണ്ടിയാണ്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ഓവറോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം. കുഴപ്പം 40 രൂപയുടെ വണ്ടി എന്ന് പറഞ്ഞാലും വണ്ടി കാണാനൊക്കെ 15 മോഡലുണ്ട്. അതുകൊണ്ടാണ് വണ്ടി കാണാൻ നീറ്റായിട്ടിരിപ്പുണ്ട്. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. 40 രൂപ. പക്ഷേ ഇതിൻ്റെ ടയർ കുറച്ചുകൂടി ഓടിയിട്ടുണ്ട്. എനിക്കൊന്ന് ഫസ്റ്റ് ടയറാണോ? അല്ലല്ല, ഫസ്റ്റ് മാറി കൊടുക്കൂ. ടയർ മാറി കൊടുക്കൂ. ടയർ മാറി കൊടുക്കാം. ഇത് 2019 പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ 4 സ്ട്രോക്ക്. ഇതൊക്കെ 90 റേഞ്ച്. ടയേഴ്സ് കാര്യങ്ങളുണ്ട്. ഇത് വർക്ക് ചെയ്യാൻ കിടക്കുവാണോ? ചെറിയ ടെസ്റ്റിൻ്റെ ബാക്കി വർക്കുകളുണ്ട്. എത്ര വണ്ടിക്ക് കൊള്ളാം. ഏകദേശം പണി 90% പണി കഴിഞ്ഞതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 90 രൂപ. 90. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നുമില്ല.
ചെറിയ തട്ടുമുട്ടുകളൊക്കെ വരും ആ വണ്ടികൾ, അതെല്ലാം നമ്മൾ നീറ്റാക്കി. ഗ്ലാസ് മാറിയിട്ടുണ്ടോ? അങ്ങനെയല്ല, ഗ്ലാസ് ചില വണ്ടികളൊക്കെ അങ്ങ് മാറും, അത് നോക്കി അറിയാൻ പറ്റും. വർഷങ്ങളെ അവിടെ ഇവിടെ ഉണ്ട്. ഇത് ഈ ഗ്ലാസ്സിൽ തന്നെ അടിച്ചിരിക്കും. 2016 മോഡലാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് അതും കൃത്യമായിട്ട് അറിയത്തില്ല, ചിലപ്പോൾ ഫസ്റ്റ് ആവാൻ സാധ്യത ഉണ്ട്. അതൊക്കെ നമുക്ക് ബുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നോക്കിയാലേ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇതിൽ. ഓട്ടോറിക്ഷയിലങ്ങ് അങ്ങനെ നോക്കത്തില്ല കസ്റ്റമറെ. അധികം ആൾക്കാർ അങ്ങനെ ആരും ചോദിക്കത്തില്ല ഓണർഷിപ്പ് എത്രയാണെന്ന്. ഓട്ടോയ്ക്ക് അത് നോട്ടം ഇല്ലെന്നാണോ? അങ്ങനെ നോക്കൊക്കെ ഇല്ല ആരും. മൊത്തത്തിൽ വണ്ടി നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. ഇത് ഡീസലാണോ പെട്രോളാണോ? ഡീസലാണ്. ഡീസലാണ്. ബക്കറ്റ് സീറ്റ് മൊത്തം കാറിൻ്റെ സ്റ്റൈലാണ് പിടിച്ചേക്കുന്നില്ലയോ? മൊത്തത്തിൽ വണ്ടി കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് 1.4. ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ 1.4 ചോദിക്കുന്ന വണ്ടി ഏകദേശം എത്ര രൂപയ്ക്കൊക്കെ കൊടുക്കും? ഏകദേശം റേഞ്ച് അതൊക്കെ തന്നെ. നമ്മൾ ഒരുപാട് വില ചോദിച്ചിട്ട് കുറയ്ക്കാറില്ല. ഇല്ല, 5 രൂപയൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരും. ആ ഒരു റേഞ്ചിലും കൊടുക്കുക. അറിയാൻ പറ്റും, ഇത് പറഞ്ഞവർക്ക് അറിയാൻ പറ്റും. കസ്റ്റമറിന് എത്ര രൂപയ്ക്ക് ഉണ്ട് അവർക്ക് കാണുമ്പോൾ അറിയാമല്ലോ, സ്ഥിരമായിട്ട് യൂസ് ചെയ്യണവർക്ക്. 2021 ലാസ്റ്റ് വണ്ടിയാണ്. 2021 ലാസ്റ്റ് എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ അത് 34,000 കാണിക്കുന്നത്. തുറക്കാൻ പറ്റില്ല. 34,000. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണറാണ്. വണ്ടി കൊള്ളാം. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വൃത്തിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇത് ഏത് വർഷമായിരുന്നു? ഇത് 2021 ലാസ്റ്റ്. 21 ഞാൻ തുരുമ്പ് വെറുതെ നോക്കി, ഒരു കാര്യമില്ല. മൊത്തത്തിൽ ടെസ്റ്റ് പണി ചെയ്തിട്ടിരിക്കണേ. നല്ല കൂടിയ പെയിൻ്റ് ആയിട്ടേക്കുന്നല്ലേ. നല്ല പെയിൻറ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ കൊള്ളാം. സ്റ്റാൻഡ് ഓടാൻ കണക്കാക്കി അടിച്ചതാണ്, മീനോടാനല്ല. അകത്ത് ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയത് അടിച്ചതാണ് ഷീറ്റ്. മീനോടിയ വണ്ടിയല്ല. സ്റ്റാൻഡിൽ മെറ്റിൽ അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്ക് ഓടുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 190. ലാസ്റ്റ് എന്തോത്തിന് കൊടുക്കും? നമുക്ക് 180 കൊടുക്കും. 180. ഇത് നമുക്ക് ലോൺ കിട്ടുമല്ലോ? ഇതിന് ലോൺ ഏകദേശം എത്ര രൂപ ഇറങ്ങാൻ പറ്റും? കയ്യിൽ 50 രൂപ എടുക്കാം. ഇതിനൊക്കെ ലോൺ എത്ര വർഷത്തേക്കാണ് കിട്ടുന്നത്? നമുക്ക് അവരോരോ താല്പര്യത്തിനനുസരിച്ചാണ് ലോണ്. അടവിനനുസരിച്ച് 4 വർഷം 2 വർഷം ചിലപ്പോൾ 2 വർഷം കൊണ്ട് അടയ്ക്കുന്നവരുണ്ട്. 8,000 അടച്ച് തീർക്കാൻ പറ്റും. മിനിമം നമുക്ക് 4 വർഷം കിട്ടും. 4 വർഷം കിട്ടും. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഒരു 40,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും എടുക്കാനും കാണാനും പറ്റുന്ന നല്ല വണ്ടികൾ നല്ലപോലെ പണിഞ്ഞാണ് ഇടുന്നത്. ഒരു വണ്ടി 2 വണ്ടി പണിയാനുള്ളത് ഞാൻ കാണിച്ചു തന്നല്ലോ. അത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ചിലപ്പം ആദ്യമൊക്കെ കണ്ട വണ്ടികൾ പോലെ നല്ല നീറ്റ് വണ്ടികളായിരിക്കും. ആ രീതി പണിഞ്ഞാണ് ഇടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം വിശ്വസിച്ച് വന്ന് എടുക്കാവുന്ന വണ്ടികളാണ്. താഴെ തുരുമ്പും ചെറിയ ഓട്ടയൊക്കെ വീണ സാധനങ്ങളെല്ലാം മാറ്റി ആ ഫ്ലോറെല്ലാം പുതുതായിട്ട് അടിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും സത്യസന്ധമായിട്ട് പറയുകയും കാണിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം വിശ്വസിച്ച് വന്നെടുക്കാവുന്ന ഷോപ്പ് തന്നെ ആയിരിക്കും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് വന്നെടുക്കുന്നത്. പക്ഷേ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും വണ്ടികളുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ടും നല്ല ഷോപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലൊക്കെ ഉള്ള വണ്ടികളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.